കുട്ടികൾ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠഭാഗത്തിലെ അവസാന ഭാഗമാണ്, പാർട്ട് 6. നോക്കാം. ഇന്ന് എടുക്കാൻ പോകുന്നത് ദ ബനിയൻ മുതൽ സ്ക്യുറൽസ് വരെയാണ്. ഒന്ന് വായിച്ച് നോക്കാം. ദ ബനിയൻ ട്രീ വാസ് ഓൾസോ ദ സിറ്റിംഗ് ഫോർ വാട്ട് വി വെർ ടു കോൾ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്യുറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. The white rat was grandfather's. He had bought it from the bazaar for annas. But I would often take it with me into the roots and branches of the tree, banyan tree, where it soon struck up a friendship with one of the squirrels. They would go off together on little excursion among the branches. Then the squirrel started building a nest. At first, she tried building it in my pockets, and when I went indoors and changed my clothes, I would find straw and grass falling out. Then one day, grandmother's knitting was missing. We hunted for it everywhere, but without success. Next day, I saw something glinting in the hole in the banyan tree. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. On looking further, I discovered that the hole was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. Grandfather had never seen white squirrels before, and we gazed at them in wonder. We were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, Grandfather told me that the rat must be the father. Rats and squirrels were related to each other, he said, and saw it was quite possible for them to have offspring, in this case, white squirrels. നോക്കാം, ശ്രദ്ധിക്കുക. ദ ബനിയൻ ട്രീ വാസ് ഓൾസോ ദ സെറ്റിംഗ് ഫോർ വാട്ട് വി വെർ ടു കോൾ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്യുറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. ചാരനിറത്തിലുള്ള അണ്ണാൻ്റെയും വെളുത്ത എലിയുടെയും വിചിത്രമായ സംഭവം എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വന്ന കാര്യത്തിൽ പശ്ചാത്തലവും ഈ ആൽമരമായിരുന്നു. ചാരനിറത്തിലുള്ള സ്ക്യുറലും അതേപോലെ തന്നെ വെള്ള നിറത്തിലുള്ള എലിയും കണ്ടുമുട്ടുന്നൊരു പശ്ചാത്തലം എന്തിനുണ്ടായിരുന്നു? ഈ ബനിയൻ ട്രീക്ക് ഉണ്ടായിരുന്നു. The white rat was grandfather's. He had bought it from the bazaar for 4 annas. ഇതിലെ വൈറ്റ് റാറ്റ്, വെള്ളെലിയെ ഗ്രാൻഡ് ഫാദർ എവിടെ നിന്ന് വാങ്ങിയതാണ്? ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ബസാർ ഫോർ അനസ്. 4 അണക്ക് ബസാറിൽ നിന്ന്, അങ്ങാടിയിൽ നിന്നാണ് ആ വൈറ്റ് റാറ്റിനെ ആര് വാങ്ങിയത്? ഗ്രാൻഡ് ഫാദർ വാങ്ങിയത്. ബട്ട് ഐ വുഡ് ഓഫൻ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾഡ് ട്രീ. ചിലപ്പോഴൊക്കെ ഈ എലിയെ ഞാൻ എവിടെ കൊണ്ടുപോകാറുണ്ടായിരുന്നു? ആ ബനിയൻ ട്രീയിലേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു. അതിൻ്റെ ബ്രാഞ്ചസിലൊക്കെ, അതിൻ്റെ ശാഖകളിലൊക്കെ ഞാൻ ഇന്ന് കളിക്കാൻ വേണ്ടി അനുവദിച്ചിരുന്നു. വെർ ഇറ്റ് സൂൺ സ്റ്റക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദ സ്ക്യൂറൽസ്. അപ്പോഴാണ് ഈ റാറ്റ് ആരുമായി ചങ്ങാത്തമുണ്ടാക്കിയത്? ആ മരത്തിലുള്ള ആ നമ്മുടെ സ്ക്യൂറലുമായി എന്തുണ്ടാക്കിയത്? ഒരു ചങ്ങാത്തം ഉണ്ടാക്കിയത്. അവർ നല്ല ചങ്ങാതികളുമായി മാറി. ദേ വുഡ് ഗോ ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻ എമംഗ് ദ ബ്രാഞ്ചസ്. ആ മരത്തിൻ്റെ, ആ ബനിയൻ ട്രീയുടെ ബ്രാഞ്ചിൽ കൂടി, അതിൻ്റെ ശാഖയിൽ കൂടി രണ്ടുപേരും ഒരു വിനോദയാത്ര തന്നെ എല്ലാ ദിവസവും നടത്താറുണ്ടായിരുന്നു. അടുത്ത പാരഗ്രാഫ്. ദെൻ ദി സ്ക്യുറൽ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് എ നെസ്റ്റ്. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. ദെൻ ദി സ്ക്യുറൽ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് എ നെസ്റ്റ്. പിന്നീട് ആ അണ്ണാൻ അവിടെ എന്തുണ്ടാക്കാൻ തുടങ്ങി? ഒരു കൂടുണ്ടാക്കാൻ തുടങ്ങി. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്. ആദ്യം സ്ക്യുറൽ ശ്രമിച്ചത് എൻ്റെ പോക്കറ്റിൽ ഒരു കൂടുണ്ടാക്കാനാണ്. ആൻഡ് വെൻ ഐ വെൻറ്റ് ഇൻഡോർസ് ആൻഡ് ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ്. ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞ് എൻ്റെ ഡ്രസ്സ് മാറുന്ന സമയത്ത് ഐ വുഡ് ഫൈൻഡ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഫാളിങ് ഔട്ട്. എൻ്റെ പോക്കറ്റിൽ നിന്ന് എന്ത് വീഴാറുണ്ട്? ചെറിയ ചെറിയ പുല്ലുകളും അതുപോലെ തന്നെ പച്ചപ്പുല്ലുകളൊക്കെ എവിടത്തേക്ക് പോകാറുണ്ട്? താഴെ വീണ് പോകാറുണ്ട്. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്. ഒരു ദിവസം ഗ്രാൻഡ് മദർ തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു തുണി അവിടുന്ന് മിസ്സായി. വി ഹൺഡ്രഡ് ഫോർ ഇറ്റ് എവരിവെയർ ബട്ട് വിത്തൗട്ട് സക്സസ്. ഞങ്ങൾ എല്ലാ സ്ഥലത്തും ആ തുന്നിക്കൊണ്ടിരിക്കുന്ന തുണി നോക്കി നടന്നു, പക്ഷേ ഒരു സ്ഥലത്തും കണ്ടില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് ഗ്ലിൻഡിങ് ഇൻ ദ ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. പിറ്റേ ദിവസം ഞാൻ കണ്ടു. എന്താണ് കണ്ടത്? ആ ബനിയൻ ട്രീയുടെ ഹോളിൽ, ആ ദ്വാരത്തിൽ ഒരു എന്തോ തിളങ്ങുന്നത് ഞാൻ കണ്ടു. ഗ്ലിൻഡിങ്.
ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്, അതെന്താണെന്ന് പരിശോധിക്കാൻ വേണ്ടി ഞാൻ അവിടെ എത്തി. ഐ സോ ദാറ്റ് ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് ഗ്രാൻഡ് മദേഴ്സ് സ്റ്റീൽ നിറ്റിംഗ് നീഡിൽ. I saw that it was the end of the grandmother's steel knitting needle. I saw that it was the end of grandmother's steel knitting needle. ഞാൻ കണ്ടു, എന്താണ് കണ്ടത്? ഗ്രാൻഡ് മദർ തുന്നിക്കൊണ്ടിരിക്കുന്ന തുണിയുടെ അറ്റത്തായി എന്ത് കണ്ടു? സ്റ്റീലിൻ്റെ ഒരു സൂചിയുടെ തിളക്കമാണ് ഞാൻ കണ്ടത്. ഓൺ ലുക്കിംഗ് ഫർദർ, ഞങ്ങൾ വീണ്ടും വീണ്ടും നോക്കി. ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിംഗ്. ഞാൻ കണ്ടുപിടിച്ചു ആ മരത്തിൻ്റെ ആ ഹോള് ദ്വാരത്തിൽ മുഴുവൻ എന്തായിരുന്നു? വാസ് ക്രാംഡ് വിത്ത് നിറ്റിംഗ്, കുറേ തുണികൾ കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ്. ആൻഡ് അമങ്സ്റ്റ് ദ വൂൾ വെർ 3 baby squirrels, all of them white. ആൻഡ് അമങ്സ്റ്റ് ദ വൂൾ, അതിൽ ആ കമ്പിളിയിലുണ്ടായിരുന്നു, ഒരു കമ്പിളിയുടെ തുണി ഉണ്ടായിരുന്നു. അതിൽ എന്ത് കണ്ടു? 3 baby squirrels, 3 ചെറിയ അണ്ണാൻ്റെ കുട്ടികളെ ഞങ്ങൾ എന്തിൽ കണ്ടു? ആ തുണിയിൽ കണ്ടു. ഓഫ് ദം വൈറ്റ്, വെളുത്ത അണ്ണാനെയാണ് ഞങ്ങൾ കണ്ടത്. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. ഗ്രാൻഡ് ഫാദർ ഒരിക്കലും ഒരു വെള്ള അണ്ണാൻ ഗ്രാൻഡ് ഫാദർ കണ്ടിരുന്നില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ ദ വണ്ടർ. ഞങ്ങളെല്ലാവരും അത്ഭുതത്തോടുകൂടി ആ 3 കുഞ്ഞുങ്ങളെയും നോക്കി. വി വെർ പസിൽഡ് ഫോർ സം ടൈം. ഞങ്ങളെല്ലാവരും ചെറിയതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തമാശകളും അതേപോലെ തന്നെ പിറുപിറുക്കുകയും ഉണ്ടായി. ബട്ട് വെൻ ഐ മെൻഷൻഡ് ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വൻറ്റ് വിസിറ്റ്സ് ടു ദ ട്രീ, ഞാൻ അതവിടെ അവതരിപ്പിച്ചു. ഈ വൈറ്റ് റാറ്റ്, ആ വെള്ള എലി അത് ഫ്രീക്വൻ്റ് ഇടയ്ക്കിടയ്ക്ക് എവിടെ വരാറുണ്ടായിരുന്നു? ആ മരത്തിൻ്റെ മുകളിൽ ആരെ കാണാൻ വരാറുണ്ടായിരുന്നു? അണ്ണാനെ കാണാൻ വരാറുണ്ടായിരുന്നു. ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ആ എലി ആയിരിക്കാം ഈ കുട്ടികളുടെ അച്ഛൻ. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വെർ റിലേറ്റഡ് ടു ഈച്ച് അതർ. റാറ്റ്സും അതേപോലെ തന്നെ ആ എലിയും അതുപോലെ തന്നെ സ്ക്വിറലും തമ്മിൽ എന്തുണ്ടായിരിക്കാം? ബന്ധം ഉണ്ടായിരിക്കാം. ഹി സെഡ് ആൻഡ് സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ ഫോർ ദം ടു ഹാവ് ഓഫ്സ്പ്രിങ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? കുട്ടികളുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻ ദിസ് കേസ് വൈറ്റ് സ്ക്വിറൽസ്. അങ്ങനെയായിരിക്കാം എന്ത് വന്നിരിക്കുന്നത്? വെള്ള എലിക്കുട്ടികൾ, വെള്ള അണ്ണാൻ്റെ കുട്ടികൾ വന്നത് എന്നാരും തീരുമാനിച്ചു. ആര് കരുതി? നമ്മുടെ ഗ്രാൻഡ് ഫാദറും ഞങ്ങളൊക്കെ കരുതി. എന്താണ് നിറ്റിംഗ് എന്ന് പറഞ്ഞാൽ? അത് പുതിയ വാക്കാണ് നിറ്റിംഗ്, അല്ലേ? നിറ്റിംഗ് എന്ന് പറഞ്ഞാൽ തയ്ച്ചുകൊണ്ടിരിക്കുന്ന തുണിക്കാണ് നിറ്റിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ ഗ്ലിൻഡിങ് എന്ന് പറഞ്ഞാൽ മിന്നുക എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ ക്രാം എന്ന് പറഞ്ഞാൽ കുത്തി നിറയ്ക്കുന്നതിന് എന്ത് പറയുന്നത്? ക്രാം എന്ന് പറയുന്നത്. ഓഫ് സ്പ്രിങ് കണ്ടില്ല? ഓഫ് സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ചെറിയ കുഞ്ഞു കുട്ടികൾക്കാണ് എന്ത് പറയുന്നത്? ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത്. ഇനി അതിൽ 16ാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞാണ്. ഇനി 17ാമത്തെ ചോദ്യം നോക്കി. ഹു വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്വിറൽ? ഹൗ ഡിഡ് ദേ എൻജോയ് ദെയർ ഫ്രണ്ട്ഷിപ്പ്? ഹു വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്വിറൽ? അണ്ണാൻ്റെ പുതിയ ഫ്രണ്ട് ആരായിരുന്നു? ഹൗ ഡിഡ് ദെയർ എൻജോയ് ദെയർ ഫ്രണ്ട്ഷിപ്പ്? അവരെങ്ങനെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് എൻജോയ് ചെയ്തത്, ആഘോഷിച്ചത് എങ്ങനെയാണ്? 18ാമത്തെ ചോദ്യം നോക്ക്. ഹൗ ഡിഡ് ദ ബോയ് കം ടു നോ ദാറ്റ് ദ സ്ക്വിറൽ വാസ് ബിൽഡിങ് എ നെസ്റ്റ്? എങ്ങനെയാണ് കുട്ടിക്ക് മനസ്സിലായത് സ്ക്വിറൽ അവിടെ മരത്തിൻ്റെ മുകളിൽ കൂട് കൂട്ടുന്നുണ്ട് എന്ന് എങ്ങനെ ആ കുട്ടിക്ക് മനസ്സിലായി? അതിൽ 19ാമത്തെ ചോദ്യം നോക്ക്. വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫ്രം ദ നെസ്റ്റ്? വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? അതാണ് 19ാമത്തെ ചോദ്യം. എന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്? വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? അണ്ണാൻ്റെ കൂട്ടിൽ പ്രകൃതി അവർക്കായി കരുതിയ അതിശയം എന്തായിരുന്നു? ഇതാണ് ചോദ്യം. ഈ പാഠഭാഗം എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിന് ശേഷം ഇതിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ കംപ്ലീറ്റും അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് ഇതിൻ്റെ പിന്നാലെ ഉണ്ടാവും. എല്ലാവരും യൂട്യൂബ് നോക്കിയാൽ കാണാൻ പറ്റും. യൂട്യൂബിൽ നോക്കുക. അതിൽ നമ്മളെ അഡ്വഞ്ചേഴ്സ് ഓഫ് ബനിയൻ ട്രീ അടിച്ചാൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.